ഹലോ, ഇന്ന് നമുക്കൊരു തനി നാടൻ ഉള്ളിക്കറി ഉണ്ടാക്കാം. ഉള്ളിക്കറി വളരെ ഈസിയാണ്. ഉള്ളിക്കറി ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടാക്കുന്നു, കടുക് പൊട്ടിക്കുന്നു, വറ്റൽമുളക്, കറിവേപ്പില, അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ചെറിയ ഉള്ളിയാണ്. ഉള്ളി നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞത് നമ്മൾ ചേർക്കുന്നു. ഇനി ആ ഉള്ളിയെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുക്കുക. വേഗം വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇപ്പോൾ ഉള്ളി നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്, വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് പൊടികൾ ഓരോന്നോരോന്നായി ചേർക്കാം. അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ ഓരോന്നായി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യമായി മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി നന്നായി വഴറ്റിയെടുക്കുക. പച്ചമണമൊക്കെ പോയി നല്ലൊരു മണം വരുന്നത് വരെ വഴറ്റാം. ഇനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി അതും അതുപോലെ നന്നായി വഴറ്റിയെടുക്കുക. അധികം പൊടികളൊന്നും നമ്മളൊന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടി, മുളക് പൊടി. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇത്രയും പൊടികൾ മാത്രമാണ് നമുക്ക് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എല്ലാ പൊടികളും ചേർത്ത് നന്നായി വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് പുളിവെള്ളമാണ്. ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള കോൽപ്പുളി നമ്മൾ കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ്. അത് ചേർക്കുന്നു. നന്നായി ഇളക്കി ഒന്ന് നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് പുളിയൊക്കെ നന്നായി പിടിക്കട്ടെ. വളരെ ഈസിയാണ് നമ്മളുടെ കറി, വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. ആവശ്യാനുസരണം വെള്ളം ചേർക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിരിക്കുകയാണെങ്കിലും നന്നായി വറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് നന്നായി തിളക്കട്ടെ. നമുക്കതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായി തിളയ്ക്കണം. നമ്മുടെ കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. വേണമെങ്കിൽ അവസാനം കുറച്ച് ശർക്കര പൊടി വേണമെങ്കിൽ ചേർക്കാം. ശർക്കര പൊടി അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. നമ്മുടെ കറി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നന്നായി തിളച്ചു വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ തിളപ്പിക്കാം. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന സൂപ്പർ കറിയാണ്. താങ്ക് യു.